വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചത് ചർച്ചയാക്കാൻ BJP. വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്നാണ് BJP നിലപാട്. വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രിക്കെതിരെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ആദ്യം വീഡിയോ പിൻവലിച്ച ദക്ഷിണ റെയിൽവേ സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്തു. വാസന വിതറുകയാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് എവിടെയാണ് വർഗീയത എന്ന് എനിക്കറിയത്തില്ല. അതെങ്ങനെയാണ് എന്നിട്ടെങ്ങനെയാണ് പറയുന്നത്? അമ്മയ്ക്ക് അർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി ഇവിടെ മുകുളങ്ങളായി പല നിറങ്ങളാണ്. ഇന്ത്യയുടെ സ്വഭാവമാണ് പറയുന്നത്. മക്കൾക്ക് പല നിറങ്ങളാണ്, പല രീതിയാണ്. എങ്കിലും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അത് ഭാരതമാതാവെന്നുള്ള സങ്കല്പമാണ്. ഭാരതമാതാവെന്നും മിണ്ടാൻ പാടില്ല, അത് നിരോധിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ്. പിന്നെ പറയുന്നത് ഭഗത് സിംഗും ഝാൻസിയും. ഭഗത് സിംഗിനെ പറ്റി ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇവരെല്ലാം ഭഗത് സിംഗ് എന്ന് പറയുന്നതാണ്. പിന്നെയുള്ള ഝാൻസി റാണിയാണ്. ഝാൻസി റാണി എനിക്കറിയുന്നില്ല, ഇതുവരെ ആരും എതിർത്ത് കേട്ടിട്ടില്ല. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതായതുകൊണ്ട് അവരുടെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ എതിർപ്പ് കാണും. പിന്നെ എന്താ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായൺ ഗുരുവിനെ ഇപ്പോൾ ഇവർക്കെല്ലാം എതിരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. പിന്നെ മഹർഷി അരവിന്ദനെ പറ്റി എല്ലാവരും പുകഴ്ത്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചിന്ത പുരോഗമനപരമാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ രാമകൃഷ്ണ പരമഹംസരെ പറ്റി പറയുന്നു. രാമകൃഷ്ണൻ അതിൻ്റെ അകത്ത് വേണേൽ പറയാൻ ഒരു മതമുണ്ട്. പിന്നെ പറയുന്നത് സ്വാമി രാംദാസാണ്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമറായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ആളാണ്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ അമ്മയ്ക്ക് വേണ്ടി ശക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ നിത്യം നിർമാല്യം തൊഴുന്നതിനായി, നിർമാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അതിപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു വർഗീയത പറയാവുന്നതാണ്. നിർമാല്യം പാടില്ല എന്ന് പറയാവുന്നതാണ്. കാരണം അതൊരു കമ്മ്യൂണിസ്റ്റുകാർ പറയാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അത് നിർമാല്യം തൊഴിലുണരാനാണ് എന്ന് പറഞ്ഞാൽ അമ്മയെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് അമ്മയെ സ്തുതിക്കുന്ന, സ്വന്തം അമ്മയെ സ്തുതിക്കുന്നതല്ലേ അത്. സാധാരണ എഴുന്നേറ്റിട്ട് കുട്ടികളൊക്കെ അമ്മയെ ആദ്യം കണ്ട് അമ്മയല്ലേ വിളിക്കുന്നത്, അമ്മയെന്നല്ലേ വിളിക്കുന്നത്. അപ്പം അതാണ് പറഞ്ഞത്. ഇനി അത് നിർമാല്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ മാത്രമുള്ളതാണ്. അപ്പം അതുകൊണ്ട് പ്രശ്നമാണ് എന്ന് ഇവിടെ. അതുപോലെ ഇത് തളിരിടും ഒട്ടും കൊഴിഞ്ഞ് വീഴില്ല. ആ സ്നേഹം, അമ്മയോടുള്ള സ്നേഹം, അത് തിളച്ചിട്ടത് ഒരിക്കലും കൊഴിഞ്ഞു വീഴില്ല എന്നാണ് പറയുന്നത്. അത് അവരുടെ നിത്യാത്മ വിരാമം കഴുകിടുന്ന പിന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അമ്മയെ പറ്റിയുള്ള ഒരു ഇതാകുന്നു. ഇവിടെ ഭാരതമുണരുന്നു. ഒരു കാരണവശാലും ഉണരാൻ പാടില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. മോഡി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മോഡി പിന്തിരിപ്പിനാണ്, ഇന്ത്യ മുഴുവൻ നശിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജകുമാരൻ നാട് മുഴുവൻ നടക്കുമ്പോൾ എവിടെയാണ് ഉണരുന്നത്? ഇന്ത്യ തകർന്നിരിക്കുകയാണ്, ഡെഡ് എക്കണോമിയാന്നൊക്കെ പറയുന്ന നാട്ടിലെ രാജകുമാരൻ പറയുമ്പോൾ ഇന്ത്യ ഉണരുന്നു എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിദേശത്ത് പോയി പറയുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയല്ല. അവർ ക്ഷമിക്കണം എന്നാണുള്ള പറയുക. അവരുടെ പുരോഗമന ചിന്താഗതിയെ അംഗീകരിക്കാതിരിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതാണ് പ്രശ്നം. ഭാരതം എവിടെ ഉണരുന്നു? അതിപ്പോൾ ഇതിനു വേണ്ടി എഴുതിയതായിരിക്കും കരുതുന്ന മോഡിക്ക് വേണ്ടി. ഇത് ഞാനൊരു 30 വർഷമായിട്ട് കേൾക്കുന്നതാണ്, ഇതിൻ്റെ ആദ്യത്തെ ലൈനുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ സംഭവം. ഇനി കുട്ടികൾ ഇത് ഗീതമായിട്ട്, കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? ഇതിൻ്റെ അകത്ത് ഹിന്ദു എന്നുള്ള ഒരു വാക്ക് പോലും, പിന്നെ ഞാനിപ്പോൾ അത് വ്യാഖ്യാനിച്ച് ഹിന്ദു ആക്കിയതാണ്. വേണമെങ്കിൽ നിർമാല്യം, അമ്മയെ രാവിലെ എഴുന്നേറ്റ് അമ്മയെ വിളിക്കുന്നതും അമ്മയെ തൊഴുന്നതുമൊക്കെ വീട്ടിലെ മക്കളുടെ കാര്യമായി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കുഴപ്പം എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ മറികടക്കാൻ ഏറ്റവും നല്ല മാർഗം ജനുവരി 1-ാം തീയതി സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രഖ്യാപിച്ചാൽ മതി. അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ശിവകുമാറിനോട് ചോദിച്ചാൽ, എനിക്കറിയില്ല കേട്ടോ, ഒരു വരി പോലും ഈ ഗണഗീതം ഞാൻ ഗണഗീതം പാടിയിട്ടുള്ള ആളല്ല, ഞാൻ ശാഖയിൽ പോകുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ പാടുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ പാടാൻ അറിയാവുന്ന നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഇതിലെന്താണ് കുഴപ്പം? അത് തന്നെയല്ല ഒരു നല്ല മെസ്സേജാണ്. ഇതെല്ലായിടത്തും BJP-ക്കാരിനി ഇത് BJP-യുടെ സ്റ്റേജിൽ പാടുന്ന പാട്ടല്ല.
എനിക്ക് BJP-കാരോട് അപേക്ഷിക്കാനുള്ളത് ഇനി എല്ലാ പരിപാടിയിലും ഇത് പാടണം, എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം ഇതെന്താണ്. കാരണം അത് RSSന്റെ ഗ്രൂപ്പ് സോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP-യുടെ സ്റ്റേജിൽ അങ്ങനെ പാടാറില്ല. അപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് BJP-യുടെ സ്റ്റേജിലും ഇത് പാടണം. ഞാൻ ഇന്ന് നിങ്ങളിപ്പോൾ വിളിച്ചതിന് ശേഷമാണ് ഇതെടുത്ത് വായിച്ചു നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇന്ത്യയെ കുറ്റം പറയുന്നവരെ സമയത്തോളം വലിയ കുറ്റമായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ അല്ല കേരളമാണ് മുന്നിൽ എന്ന് പറയുന്ന ഹൃദ്രോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന ലോകത്തിലെ ഒന്നാമത്തെ ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും എനിക്ക് പറയാനുള്ളത്. പരിശോധിക്കുന്നതിനേക്കാളും RSS അവരുടെ ഒരു സംഘഗാനം പോലെയൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ശാഖകളിൽ പാടുന്ന ഒരു പാട്ട് ഇതുപോലെ സർക്കാർ പരിപാടിക്ക് പാടുകയും അത് പങ്കുവെക്കുകയും സദൻ ഡ്രൈവിൽ പങ്കുവെക്കുകയും ചെയ്തതിലെ പ്രശ്നം അല്ല, ഇതിലും കൂടുതൽ RSSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെന്റിൽ പാടുന്നില്ലേ? ഞങ്ങൾ തുടങ്ങിയതല്ല, BJP-യുടെ കാലത്ത് തുടങ്ങിയതല്ല. RSSന്റെ എല്ലാ പരിപാടികളിലും ഞാൻ ആദ്യം കേൾക്കുന്ന അവസാനം കേൾക്കുന്നതും വന്ദേ മാതരമാണ്. അപ്പം വന്ദേ മാതരം പോലെ ഇവർ അത് പാടുന്നുണ്ട്. ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? BJP അതെ, ഇത് അംഗീകരിച്ചോളാനേ. നിങ്ങൾക്ക് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിച്ചോ. അല്ലല്ല, ഇവരൊക്കെ ഏറ്റെടുത്തോട്ടെന്ന്. ഇന്ന് നമുക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഏറ്റെടുക്കുന്നതിന് എനിക്കൊരു വിരോധമില്ലെന്നേ. നിങ്ങളല്ലെങ്കിൽ പറയണോ ഏത് മനോരമ മാതൃഭൂമി അല്ലേ പറയണം ഇത് തെറ്റാണ്, അത് പദാനുപതിവ് അതിനെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഓരോ ചാനലുകളും പറയുക ഇത് തെറ്റാണ്. അത് നിങ്ങൾ പറയണം. അത് ഓരോ ചാനലുകളും പറയുക ഇത് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതിന്റെ സാഹിത്യം കേൾപ്പിച്ചിട്ട് ഇത് തെറ്റാണ് എന്ന് ജനങ്ങളോട് പറയണം. കുട്ടികളെ കൊണ്ട് പാടിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാമല്ലോ. എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ? എനിക്ക് പറയാനുള്ള പറഞ്ഞത് ഇനിയുള്ളത് മാധ്യമങ്ങൾ ഇതാ തെറ്റാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് തെറ്റാണ്, മക്കളെ ഇത് തെറ്റാണ്, മാതാപിതാക്കളെ ഇത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അത് പാടിക്കരുതെന്ന് മാധ്യമങ്ങൾ ശക്തമായിട്ടുള്ള ചർച്ച ചെയ്യണം. എന്തിൽ മാത്രമേ ഇത് ഗുണം ചെയ്യുള്ളൂ. സർക്കാർ പരിപാടി അല്ലല്ലോ. അല്ലെന്ന് സർക്കാർ പരിപാടി അല്ലെന്ന്. ഇതിപ്പോ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടുന്ന് ഡെസ്കിൽ നിന്ന് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിങ്ങനെ പറഞ്ഞാൽ മതി. പൊതുപരിപാടി അല്ലെന്ന്. പൊതുപരിപാടി അല്ല, ചടങ്ങല്ലത്. കുട്ടികൾ പാടുകയാണ്. കുട്ടികളെ അത് ഇതുകൊണ്ട് പാടുകയാണ്. അത് കുട്ടികൾ പാടുന്ന കാണാം. നിക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ വിമർശിക്കണം. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെയും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യണം. വിട്ടിട്ട് പോകരുത്. അതായത് ഓരോ ലൈനും പാടി കേൾപ്പിച്ചിട്ട് ഇത് ചർച്ച ചെയ്യണം. നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെ എങ്കിലും ചർച്ച ചെയ്യണം. റെയിൽവേക്കാർ നോക്കിയപ്പം കുട്ടികൾ പാടുന്നു, അവരെടുത്തിട്ട് അപ്പോൾ ഭയങ്കര വിമർശനം വന്നു. ഇപ്പോൾ ഇവരോർത്ത് എന്തോ കുഴപ്പമാണെന്ന്, മലയാളമല്ലേ. അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെടുത്തിട്ടു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ ഒരു ദിവസം ഒരു 10 പ്രാവശ്യം എല്ലാ ചാനലുകളും ഈ പാട്ടിന്റെ സാഹിത്യം മുഴുവൻ കാണിച്ചിട്ട് നിങ്ങൾ അതിനെപ്പറ്റി വിമർശിക്കണം. അതായത് അങ്ങനെയാണല്ലോ BJP വളരുന്നത്. ഞാനത് BJP ഏറ്റെടുക്കുകയാണ്. ഞാൻ പഠിക്കുക അല്ലേ അല്ല, ഞാൻ BJPക്ക് ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് പരസ്യമായിട്ട്. അത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് രാവിലെ ഞാനിത് വായിക്കുന്നത് നിങ്ങളെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ പരസ്യമായിട്ട് സ്റ്റേറ്റ് പ്രസിഡന്റിനോട് പോലും ചോദിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇത് BJPക്കാരന് എല്ലാ സ്റ്റേജിലും ഇത് പാടണം. അത് BJP അംഗീകരിക്കുകയാണ് എങ്കിൽ, ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത്, ഞാനും പഠിക്കും. അപ്പോൾ അതിൻ്റെ എനിക്കൊന്നാമത് പാടാൻ അറിയത്തില്ല, പിന്നെ അതിൻ്റെ പ്രാസമൊക്കെ ഒപ്പിച്ച് അതിൻ്റെ രീതിയൊക്കെ ഒപ്പിച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെ ഇത് നിങ്ങളെടുത്തിട്ടൊരു മാധ്യമ ധർമ്മമില്ലേ, അത് നിങ്ങൾ ചെയ്യണം. ഇതിനെപ്പറ്റി പാടി കേൾപ്പിക്കണം. അതിനെതിരെ നിങ്ങൾ പ്രചരിപ്പിക്കണം. ഇത് ഭയങ്കര കുഴപ്പമാണെന്ന് പറയണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതിലെ മാധ്യമധർമ്മം. ഞാൻ എന്നും മാധ്യമത്തിൻ്റെ കൂടെയല്ലേ, എപ്പോഴും ഏതെങ്കിലും പരിപാടി വിജയം ഉണ്ടായാൽ ഞാൻ പറയാറില്ല അത് മാധ്യമത്തെ അഭിനന്ദിക്കണമെന്ന്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഈ കൈരളിയല്ലേ അത് പറയേണ്ടത്. കൈരളിയല്ലേ ഇതെടുത്തിട്ട് പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് മുഴുവൻ RSS ആണ്, ഭയങ്കര കുഴപ്പമാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നദികൾ ഉണ്ടെന്ന് പറയുന്നു,
അതിൽ ഇവിടെ വൃക്ഷലതാദികളുണ്ടെന്ന് പറയുന്നു, അതിൽ നിന്ന് പൂവെടുക്കുന്നു എന്ന് പറയുന്നു, അത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറയുന്നു. ഇതൊക്കെ നമ്മൾ കൈരളി ചർച്ച ചെയ്യേണ്ടതാണ്. കൈരളി സഹായിക്കണം. ഞാൻ ചോദിച്ചത് ഈ വരികളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു പാട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗണഗീതം വേറെ അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ പാടിക്കഴിഞ്ഞാൽ പൊതുവേദിയല്ല, ഉദ്ഘാടന സ്ഥലത്തല്ലെന്നേ. അത് കുട്ടികൾ പാടിയതല്ലേ പൊതുവേദി. അതിൽ നിങ്ങൾ പറഞ്ഞ ഉദ്ഘാടന വേദിയിൽ കുട്ടികളെ വിളിച്ചിട്ട് പാടിച്ചു എന്ന് പറഞ്ഞിട്ടായാലും നിങ്ങൾ ചർച്ച ചെയ്യും. ഇത് കുട്ടികൾ സ്വാഭാവികമായിട്ട് പാടുന്നത് ട്രെയിനിൽ ഇരുന്നോട്ട് കുട്ടികൾ അവർക്കറിയാവുന്ന ഒരു പാട്ട് പാടി. സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികളാണ്. സരസ്വതി വിദ്യാലയം എല്ലാവർക്കും അറിയാവുന്നതാണ്. RSSന്റെ ഒരു അല്ലെന്നേ, ആ കുട്ടികള് അവർക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്ന അമ്മയെ നമിക്കുന്ന ഒരു പാട്ട് അവർ പഠിപ്പിച്ചു. അപ്പൊ അതെന്ന് പറയുന്നത് ഈ ഗണഗീതം എന്ന് പറയുന്നത് എല്ലാവരും ഓർക്കുന്നത് വലിയ സംഭവമാണ്. ഇതൊരു ഗ്രൂപ്പ് സോങ് ആണ്. RSSന്റെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു? RSSന്റെ അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല എന്നാ പറഞ്ഞത്. എനിക്ക് ഈ പാട്ടറിയില്ല. ഞാൻ ആദ്യം ഒരു പാട്ട് ദേശീയ ഇതിലൊക്കെ കാണുന്നത് ശിവകുമാർ, അത് ആ വേണുഗോപാലിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയാണ് ശിവകുമാറിനെ അവിടെ വെച്ചോണ്ടിരിക്കുന്നത്. ഭയങ്കര കുഴപ്പമല്ലേ ഗണഗീതമൊക്കെ പാടുന്ന ഒരാളെ പാർട്ടി വെച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാലേ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ആദ്യം ശിവകുമാറിനെതിരെ നടപടിയെടുത്തിട്ട് മാതൃക കാണിക്കണം. അതുപോലെ നമ്മുടെ കൈരളി ചാനൽ എല്ലാ ദിവസവും ഇത് RSSന്റെ ഗീതമാണെന്ന് പറഞ്ഞുകൊണ്ട് പാടിക്കേൽപ്പിക്കണം. അപ്പോൾ BJPയുടെ എന്ന് പറഞ്ഞതിനെ കഴിഞ്ഞും കൂടുതൽ RS എന്നാണല്ലോ നിങ്ങൾ. ഇപ്പോൾ RSSന്റെ ഗീതമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പാടിക്കേൽപ്പിക്കണം എന്നാണ്, ശക്തമായിട്ട് എതിർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് അവർക്കറിയില്ലെന്നേ, മലയാളം അവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ലല്ലോ. കുട്ടികൾ പാടുന്നു, അവരെടുത്തിട്ടു. കുട്ടികളല്ലേ പാടുന്നത്, കുട്ടികളുടെ ഏതോ പാട്ട് പാടും. ഭയങ്കര ബഹളം. ഇത് ഭയങ്കര രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് അവർ പേടിച്ചു പോയത്. എന്താ സംഭവം? അത് കഴിഞ്ഞ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത്. അവർക്ക് വേണ്ടല്ലോ ഈ മീഡിയ ടൈമും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് പറ്റിയതാണ്. പക്ഷെ നിങ്ങൾ വിടരുത് അത്. അങ്ങനെ അത് വിട്ട് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ വിടുന്ന നിയമസഭാ ഇലക്ഷൻ കഴിയുന്നിടം വരെ ശക്തമായിട്ടുള്ള ചർച്ച മതി. ഞാനത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. പുതിയ വന്ദേ ഭാരതിൽ ഇന്നലെ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ആദ്യ സർവീസിൽ സ്കൂൾ വിദ്യാർത്ഥികൾ RSS ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടയിൽ ആ വിവാദവുമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദം എന്നുള്ള രീതിയിലല്ല, ഇത് ഗണഗീതമല്ല, ഇതൊരു ദേശഭക്തി ഗാനമാണ്. ആ തരത്തിൽ ഈ വിഷയത്തെ ചർച്ചയാക്കണം എന്നത് തന്നെയാണ് BJPയുടെ ആവശ്യമെന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു.